ഹായ്! സഞ്ചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സഞ്ചാരം സിദ്ധാർത്ഥ് ഹാളിലേക്കാണ്. അവിടെ വെച്ച് ഡെഫ് ഫെസ്റ്റ് 2024ന്റെ ട്രിവാൻഡ്രം എഡിഷൻ നടക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രജിസ്ട്രേഷനൊക്കെ ഓപ്പണായി. എനിക്ക് ടിക്കറ്റൊക്കെ കൺഫേം ആയത്. ഞാൻ സിം ചേച്ചി ഒന്നിച്ചായിരുന്നു അയച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ചേച്ചിക്ക് കിട്ടിയില്ല. എനിക്കത് കിട്ടി. അതിൻ്റെ ചെറിയ അസുഖം ചേച്ചിക്കുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അവിടെ എത്തിപ്പെട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബോറടിച്ചില്ല. ഇവരാണ് കേട്ടോ ഹോസ്റ്റ്. ഫസ്റ്റ് ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ GDG കമ്മ്യൂണിറ്റിയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് വേണ്ടി ഒരു ടിക്കറ്റിന് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. പക്ഷെ ടിക്കറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മുതിർന്നില്ല. ഇവർ തുടക്കത്തിൽ GDG ട്രിവാൻഡ്രം, അതായത് ആ ഒരു കമ്മ്യൂണിറ്റി അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ട്രിവാൻഡ്രത്തിൽ വെച്ച് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കോഴിക്കോടും കൊച്ചിയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ട്രിവാൻഡ്രം നോക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ വന്നാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അൺബോക്സിങ് വീഡിയോ. അതെല്ലാവരും പോയി കാണാൻ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. കുറേ സ്ലൈഡ് പ്രസൻറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് യശസ്വിനി എന്ന് പറഞ്ഞൊരു മാം ആട്ടോ. യശസ്വിനി എന്നാണ് പേര്. തുടക്കം നല്ല സെഷനായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. റെസ്പോൺസീവ് AI പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ മാം ടെക്നോ പാർക്കിലൊക്കെ വന്നിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഇതാണ് മാം കേട്ടോ, യശസ്വിനി എന്നാണ് പേര്. To say, we're trying to do this. Would you want to come and spend some time here in Trivandrum? അത് കഴിഞ്ഞിട്ട് ആയുഷ് അറോറയുടെ സെഷനായിരുന്നു. ഇദ്ദേഹം ഫിൽട്ടർ പിക്സലിന്റെ ഫൗണ്ടറാണ്. അത്യാവശ്യം നല്ല വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എനിക്കതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല, എങ്കിലും ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ഗെയിമിംഗ് സെക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്ലൗഡിന്റെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾ ക്ലൗഡ് എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ വിളിച്ച് പറയണം. അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ആയിരുന്നു. ആ ഒരു സ്ലൈഡിന് തൊട്ടു മുൻപ് എന്തായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു കണ്ടന്റ്, അത് പറയുമ്പോൾ നമുക്കൊരു റിവാർഡ് പോലെ എന്തോ കിട്ടും. നമുക്കാർക്കും കിട്ടിയില്ല. ക്ലൗഡ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും കേട്ടില്ല. അങ്ങനെ പല സ്ലൈഡുകളിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിന്റെ ചാർജ് തീർന്നു. അത് കാരണം ഇടയ്ക്കത്തെ ഒരു സെഷൻ മിസ്സായി, ഫുഡ് കഴിക്കുന്നത് മിസ്സായി. അല്ലാതെ അതുകൂടെ എടുക്കായിരുന്നു. ഉച്ച കഴിഞ്ഞ ശേഷം ഇത് ഗൂഗിൾ ക്ലൗഡ് റിലേറ്റഡ് ഒരു ടോപ്പിക്കായിരുന്നു. അത് അധികം എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നടന്ന സെഷനാണ് ആൻഡ്രോയിഡ് ഓട്ടോ. ഈ ഒരു സെഷൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയത്. ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം. അത്യാവശ്യം നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷനും കൂടിയായിരുന്നു. പുള്ളി ഇവയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സെഷനും കൂടിയായിരുന്നു. എനിക്ക് ആൻഡ്രോയിഡ് ഓട്ടോ പറ്റി വലിയ പിടുത്തമില്ലായിരുന്നു, എങ്കിലും പറഞ്ഞതൊക്കെ കുറേയൊക്കെ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. നല്ല ഇന്ററാക്റ്റീവും ആയിരുന്നു. നമുക്ക് ബോറൊന്നും അടിച്ചില്ല. നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. എടുക്കാൻ പോവാണോ? ആരോ കഴിച്ച് ഇതെന്റെ ഫ്രണ്ട് നിന്നെ കാണത്തില്ലേ? ഹൈ ഫ്രണ്ടിന്റെ ഹസ്സ. ഇതായിരുന്നു കേട്ടോ ഫുഡ് പ്രൊവൈഡ് ചെയ്തിരുന്നവര്. നല്ല ഫുഡായിരുന്നു, ബിരിയാണി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊള്ളാന്ന്, അവർക്ക് വലിയ സന്തോഷമായി. വൈകിട്ട് ചായയും പപ്സും ആയിരുന്നു. നല്ല ചായ, നല്ല പപ്സ്. അപ്പൊ നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, ചായ വേണോ പപ്സ് ഒന്നുകൂടെ വേണോന്ന് ചോദിച്ചു. നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു ഉച്ചക്കത്തെ. ഇടയ്ക്കത്തെ മിസ്സായി, ഞാൻ ഇടയ്ക്ക് ഒന്ന് പുറത്തു പോകേണ്ടി വന്നു. എങ്കിലും നല്ല ഫുഡും നല്ല സഹകരണവും ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെഷൻ അവിടെ വന്നിട്ട് ഇടയ്ക്ക് വെച്ച് പോയൊരു മിസ് ചെയ്യാൻ പോകുന്ന ഒരു സെഷനായിരുന്നു. അയ്യോ, ചിരിച്ചിട്ട് എനിക്ക് വയ്യ സത്യമായിട്ടും. ഞാൻ ഇടയ്ക്ക് വെച്ച് എനിക്ക് പുറത്തു പോയിട്ട് വന്നായിരുന്നു. പോയിട്ട് വന്നില്ല എന്ന് വൻ നഷ്ടമായി പോയെന്നെ. ഈ ഒരു മുതലിനെ നിങ്ങൾ നോക്കി വെച്ച ഇവിടെ രഞ്ജിത്ത് രവി കേശവ് എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഭയങ്കര നല്ല, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക് ഇങ്ങനെയും അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ സൂപ്പറായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ചിരിച്ചിട്ട് എൻ്റെ കൈയൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു സെഷനല്ല, അതൊക്കെ ഞാൻ എടുത്തിട്ടില്ലെന്ന എൻ്റെ ഒരു ധാരണ. നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കും. ഈ സെഷൻ കഴിഞ്ഞിട്ട് തീരുന്നവരെ പുള്ളി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. കൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൗണ്ടർ. ഡൗട്ടൊക്കെ ചോദിക്കുന്നവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതുപോലെ സൂപ്പറായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ എനിക്കങ്ങ് വയ്യ. അങ്ങനത്തെ ഒരു സെഷനായിരുന്നു. അപ്പോൾ പരിപാടി കഴിഞ്ഞു. മക്കളെ താങ്ക് യു നോട്ടൊക്കെ പറയുകയാണ്. ഇനി ഏറെ വെയിറ്റ് ചെയ്തിരുന്നത് സംഭവമാണ് നടക്കാൻ പോകുന്നത്. മിക്കവാറും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ഫുഡിനും ഒന്ന് ടീഷർട്ടിനുമാണ് മെയിനായിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിരുന്നത്. പരിപാടി അങ്ങ് നീണ്ടുപോയെങ്കിലും നമ്മൾ ടീഷർട്ടില്ലാതെ പോവോ?
അതാണ് ഇപ്പൊ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ്